ഇന്ത്യൻ വിമാനങ്ങൾ റഫേൽ വിമാനങ്ങളടക്കം വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഇന്ത്യക്ക് വലിയ ഉണ്ടായിട്ടില്ല. അത് സ്ഥിരീകരിക്കാത്ത അങ്ങനെയെങ്കിൽ ആ ദൃശ്യങ്ങളടക്കം പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല പാകിസ്ഥാൻ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഗെയിമുകളുടേതാണ്. കിരൺ ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഷഹബാസ് ഷെരീഫ് വീണ്ടും കള്ളം പറയുകയാണല്ലോ. രാവിലെ മുതൽ തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്ത്യൻ സേനയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന്. റഫേൽ പോലും വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പച്ചക്കള്ളമല്ലേ പാകിസ്ഥാൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ ഇന്ത്യ തിരിച്ചടി നൽകിയത് മുതൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വ്യാജ പ്രചരണങ്ങൾ, ഇങ്ങനെ ഒരു തിരിച്ചടി നേരത്തെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ച് വ്യാജ വാർത്തകൾ, ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ വാർത്തകൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇന്നലെ രാത്രി തന്നെ വളരെ വ്യാപകമായിട്ടാണ് അത്തരത്തിലേക്ക് പ്രധാനമായും ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനം അവർ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്ത, അതിന്റെ ദൃശ്യങ്ങൾ സഹിതമായിരുന്നു. നേരത്തെ രാജസ്ഥാനിൽ തകർന്നു വീണ ഒരു മിഗ് വിമാനത്തിന്റെ ചിത്രങ്ങളാണ് ഇതിന് പകരമായി അവർ ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ മുമ്പ് ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് ഇത് ഇന്നലെ ഉണ്ടായതാണ്, ഇന്നലെ രാത്രി ഉണ്ടായതാണ് എന്ന മട്ടിലേക്കുള്ള വാർത്തകൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകരടക്കം ഈ ചിത്രങ്ങൾ ഒരു സ്ഥിരീകരണം എന്ന മട്ടിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. വളരെ വ്യാപകമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ ഇന്നലെ രാത്രി മുതൽ തുടർന്നത്. എന്നാൽ ഇന്ത്യയിലെ ഒരു വലിയൊരു വിഭാഗം വരുന്ന ഫാക്ട് ചെക്കേഴ്സ് അടക്കം ഇത് ഇന്നലെ രാത്രി മുതൽ വളരെ മുഹമ്മദ് സുബൈറിന്റെ ആൾട്ട് മീഡിയയൊക്കെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ വാർത്തകൾ ഓരോന്നും എടുത്ത്, ഈ വിഷ്വൽ ഓരോന്നും എടുത്ത്, ഇത് എന്നാണ് ഉണ്ടായത്, ഏത് സമയത്താണ് ഉണ്ടായത്, വ്യാജ വാർത്തകളെ പൊളിച്ചു കാട്ടുകയായിരുന്നു. അത് വളരെ വേഗമാണ് ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ഒരു തരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാർത്ത പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നാൽ അപ്പോൾ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ ഫാക്ട് ചെക്കേഴ്സ് എല്ലാം തന്നെ ഈ വാർത്തകളുടെ സത്യാവസ്ഥ, ഇതുണ്ടായത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്താണ് ഇതുണ്ടായത് എന്ന് കൃത്യമായ തെളിവുകളും ദൃശ്യങ്ങളും സഹിതം കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ പ്രതിരോധത്തെ നേരിട്ടത്. ഒരു ഭാഗത്ത് ഇന്ത്യൻ സൈന്യമാണ് പാകിസ്ഥാനെ നേരിട്ടെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ പ്രചരണത്തിനെ ഏറ്റെടുത്തത് മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചത്. അതിനെ പല പ്രധാനപ്പെട്ട ഫാക്ട് ചെക്കേഴ്സ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫാക്ട് ചെക്കേഴ്സ് പലരുമാണ് അതിന്റെ കൃത്യമായ വിവരങ്ങളടക്കം നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെ പാകിസ്ഥാൻ മുൻകൂട്ടി തന്നെ ഞങ്ങളുടെ നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ആക്രമണം ഉണ്ടായാൽ എങ്ങനെയൊക്കെ പ്രതിരോധിക്കണം, അതിന് എന്തെല്ലാം കുതന്ത്രങ്ങളാണ് ഉള്ളത്, അത്തരം മാർഗങ്ങളാണ്. ഏകദേശം ആൾട്ട് മീഡിയയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ആകെ സമൂഹ മാധ്യമ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ 90% വന്നിരിക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രമാക്കി തന്നെയാണ്. പലതിൻ്റെയും പേര് മുൻ സൈനിക ഓഫീസർ എന്ന പേരിൽ, അല്ലെങ്കിൽ സൈന്യത്തിന്റെ പ്രതിരോധ വിദഗ്ധൻ, അതിന്റെ പ്രൊഫൈലിലൊക്കെ എഴുതുന്ന ഡീറ്റെയിൽസ് ഒക്കെ പലപ്പോഴും ഞാൻ ഇന്ത്യയെ രക്തമായി കാണുന്നു, എൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണ് ഇന്ത്യ എന്നൊക്കെ കടുത്ത ദേശീയവാദികളുടെ പേരിൽ, ചിലത് കോൺഗ്രസ്സുകാരുടെ പേരിൽ, അങ്ങനെയൊക്കെ സ്വാഭാവികമായും ആ പ്രൊഫൈൽ നോക്കിയാൽ പോലും അത് ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ സൈനിക ഓഫീസറാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന തരത്തിൽ വളരെ ദുഃഖത്തോടു കൂടിയൊക്കെയാണ് ഇന്ത്യയുടെ ഒരു വിമാനം തകർന്നു എന്ന മട്ടിലൊക്കെയാണ് ഇവർ ഇതൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. ഇന്ത്യയിലേക്ക് അത്തരത്തിലേക്ക് ഒരു വ്യാജ പ്രചരണം വരണമെന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാർ, സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ വളരെ വേഗത്തിലാണ് ഉണർന്ന് പ്രവർത്തിച്ചത്. അവർ ഓരോരുത്തരും ഇതിന്റെ വാർത്തയുടെ ഓരോ സത്യാവസ്ഥ എന്താണ്, ഈ വിമാനം എന്ന് എവിടെ തകർന്നു വീണതാണ്, ഈ പട്ടാളക്കാരന് എന്ന് എവിടെ പരിക്കേറ്റതാണ്, ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ബദൽ ദൃശ്യങ്ങളും ബദൽ ഫോട്ടോയുമായി ഇതിനെല്ലാം അടിയിൽ തന്നെ നിരത്തുകയും നമ്മുടെ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലടക്കം പലപ്പോഴും യുദ്ധ സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്നത് ഏത് ദൃശ്യങ്ങളാണ് വരുന്നത്, ശരിയായ ദൃശ്യങ്ങളാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. പാകിസ്ഥാൻ പ്രചരിപ്പിച്ച പല ദൃശ്യങ്ങളും ഗസയിൽ നടന്ന ദൃശ്യങ്ങളായിരുന്നു. ഗസയിലെ ദൃശ്യങ്ങളൊക്കെയാണ് വ്യാപകമായി അത് ഇന്ത്യയിലെ ദൃശ്യങ്ങളാണ്, ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നൽകിയ തിരിച്ചടിയാണ് എന്നുള്ള മട്ടിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. നമ്മൾ പ്രധാനമായി ആലോചിക്കണം, പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു മീഡിയയുടെ ഒരു പ്രധാന മാധ്യമ പ്രവർത്തകൻ തന്നെ അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ നൽകുന്നു എന്ന് പറയുമ്പോൾ അവർ വളരെ ആസൂത്രിതമായി തന്നെ ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായാൽ ഞങ്ങൾക്ക് നേരിടാൻ കഴിയില്ല, അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വേണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. സാധാരണഗതിയിൽ ഇത് യുദ്ധസമയത്തൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് വളരെ ആസൂത്രിതമായി തന്നെ ഇങ്ങനെ അർദ്ധരാത്രിയിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അർദ്ധരാത്രിയിൽ തന്നെ ഇത്തരത്തിലേക്ക് വിഷ്വൽസും ഇത്തരത്തിലേക്ക് ഫോട്ടോസും ഇത്തരത്തിലേക്ക് വാർത്തകളും ഒക്കെ പുറത്തിറങ്ങണമെങ്കിൽ അവർ നേരത്തെ ഇത് വ്യാജ വാർത്തകൾ തയ്യാറാക്കി വെച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പാകിസ്ഥാൻ യുദ്ധം നടത്തുന്നതും ഈ വ്യാജ വാർത്തകൾ ഒരു ഭാഗത്ത് യുദ്ധം നടത്തുന്നു. ഇപ്പോൾ ഇന്ത്യൻ സൈന്യർ കൃത്യമായി തന്നെ ഈ ഭീകര താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ് അവർ ആക്രമണം നടത്തുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഇന്ത്യ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും, പാകിസ്ഥാൻ ഒരു തീരെ അവഗണിക്കാവുന്ന ഒരു സൈനിക ശക്തിയല്ല, ലോകത്തെ തന്നെ 12ാമത്തെ വലിയ സൈനിക ശക്തിയൊക്കെയാണ്
സൈന്യ പ്രകരശേഷിയുടെ കാര്യത്തിൽ 3 ടയർ, ഇന്ത്യ 2 ടയറിലാണെങ്കിൽ അവർ 3 ടയറിൽ പെടുന്നതാണ്. ഇന്ത്യക്ക് നേരെ തിരിച്ചൊരു ആക്രമണം ഉണ്ടാവാം. ആക്രമണം ഉണ്ടായാൽ ഏതെല്ലാം തരത്തിൽ തിരിച്ചടിക്കണം, ഏതെല്ലാം തരത്തിൽ പ്രതിരോധിക്കണം, അതിൻ്റെ മുൻകരുതലെല്ലാം എടുത്ത് ഇന്ത്യൻ സേന നിൽക്കുമ്പോഴാണ് അവിടെയെങ്ങും യാതൊരു തരത്തിലും പ്രതിരോധത്തിനും മുതിരാതെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ, ഗ്രാമീണരായ മനുഷ്യർക്ക് നേരെ, അവരുടെ വീടുകൾക്ക് നേരെയൊക്കെ ഷെല്ലാക്രമണം നടത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അന്തസ്സുള്ള ഒരു രാജ്യത്തിന്, അഭിമാനമുള്ള ഒരു രാജ്യത്തിന് യോജിക്കുന്ന, അല്ലെങ്കിൽ പണ്ടൊക്കെ പറയുന്നത് പോലെ ധീരതയുടെ ഒരു അംശമെങ്കിലും ഉള്ള ഒരു രാജ്യത്തിന് യോജിക്കുന്ന ഒരു തിരിച്ചടിയല്ല. തിരിച്ചടിച്ചാൽ പോലും തിരിച്ചടിക്കുന്ന ഒരു അന്തസ്സൊക്കെ വേണ്ടേ? ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഇങ്ങനെ നിങ്ങളുടെ ഒരു രാജ്യത്ത് കടന്ന് അവരുടെ രാജ്യത്തിൻ്റെ 100 കിലോമീറ്റർ ഉള്ളിലടക്കം കടന്നുകൊണ്ട് കൃത്യമായ ഭീകരർക്ക് പാകിസ്ഥാൻ സേനയുടെ, ISIയുടെ, പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിൻ്റെ എല്ലാം സപ്പോർട്ടോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അവർ ആയുധ പരിശീലനം നൽകുന്ന സ്ഥലങ്ങൾ, അവർ അവരുടെ മറ്റ് നീന്തൽക്കുളമടക്കമാണ് പള്ളിയെന്ന് അവരിപ്പോൾ അവകാശപ്പെടുന്ന സ്ഥലത്ത് നീന്തൽക്കുളമടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി താമസിക്കുന്ന വീടാണ്. ആ സ്ഥലത്തേക്കാണ് ഇന്ത്യ കൃത്യമായി ഭീകരാക്രമണം നടത്തി തൊട്ട അയൽവക്കത്ത് താമസിക്കുന്നവരുടെ പോലും വീടിന് പരിക്കേൽക്കാതെ, അവർക്ക് പോലും പരിക്കേൽക്കാതെ ഈ കൃത്യം അവരുടെ താവളങ്ങൾക്ക് നേരെ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി ഇന്ത്യ പ്രതീക്ഷിക്കും. അതിനേതെല്ലാം തരത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള മുൻകരുതലുകളൊക്കെ എടുത്ത് ഈ 15 ദിവസം എടുത്ത് അവരിങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു കടുത്ത ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടി ഉണ്ടാവാമെന്നൊക്കെ കഴിയുമ്പോൾ അവിടെ എങ്ങും ആക്രമിക്കാതെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ഗ്രാമീണരായ മനുഷ്യർ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ഏറ്റവും ദുർബലമായ രീതിയിലേക്ക് ആളുകളെ കൊന്നെടുക്കുക എന്ന രീതിയിലേക്ക് ആക്രമണമാണ് നടത്തിയത്. ഇതുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണെന്ന് പറയുന്നതും, ഇന്ത്യ ഒരു ആക്രമണം നടത്തുമ്പോൾ എവിടെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നതെന്ന് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ അടക്കം ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുന്നതും, ഇന്ത്യൻ പാകിസ്ഥാനെ പോലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളില്ല, ഞങ്ങൾക്കറിയില്ല ഇത് ആരാണ് ആക്രമിച്ചത് എന്ന് മട്ടിൽ ഒഴിഞ്ഞു മാറുകയല്ല ഇന്ത്യ ചെയ്തത്. ഇന്ത്യ കൃത്യമായി വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ എവിടെയെല്ലാമാണ് ആക്രമണം നടത്തിയത്, ഞങ്ങൾ ഏത് ആയുധമാണ് ഇതിന് ഉപയോഗിച്ചത്, അവിടെ എത്ര നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ തെളിവുകളടക്കം നിരത്തിക്കൊണ്ടാണ് ഇന്ത്യ ഞങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങൾ ചെയ്തു എന്ന് അന്തസ്സായി പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും പ്രത്യാക്രമണം നടത്തുന്നത് ഇത്തരം ഒളിപ്പോർ പ്രത്യാക്രമണമാണ്. അതും സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ് പ്രത്യാക്രമണം നടത്തുന്നത്. എന്തായാലും ചിലപ്പോൾ ഇനി വീണ്ടും ഇന്ത്യ 25 ലക്ഷ്യസ്ഥാനങ്ങളാണ് കണ്ടത്. ഈ 25 ലക്ഷ്യസ്ഥാനങ്ങൾ POKയിലെയും പാകിസ്ഥാനിലെയും ഉൾപ്പെടുന്ന 25 ലക്ഷ്യസ്ഥാനങ്ങൾ, അതിൽ POKയിലെ 5 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും പാകിസ്ഥാനിലെ 4 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുമാണ് ഇന്ത്യ കൃത്യമായി തന്നെ ഇന്നലെ രാത്രി ആക്രമണം നടത്തിയത്. അതിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യമായി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട 3 ഭീകര സംഘടനകൾ, പാകിസ്ഥാൻ വളർത്തുന്ന 3 ഭീകര സംഘടനകൾ, ലഷ്കർ-ഇ-തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ, ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ, ഇത്തരം ഭീകര സംഘടനകളുടെ പ്രാഥമിക പരിശീലന കേന്ദ്രങ്ങൾ, ചില പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത് ടെറർ നഴ്സറി ടു ടെറർ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഭീകരപ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, ഇവർക്ക് മറ്റ് പഠനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ ഇവർക്ക് ഏറ്റവും അവസാനം ഇന്ത്യയിലേക്ക് കടത്തിവിടാനായുള്ള ലോഞ്ചിങ് പാഡ്, അവിടെ നിന്നാണ് എല്ലാം തികഞ്ഞ ആയുധ പരിശീലനം നടത്തിയ അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് ശേഷി നേടിയ ഭീകരപ്രവർത്തകരെ ഇന്ത്യയിലെ അതിർത്തി കടക്കാനായി, നുഴഞ്ഞു കയറാനായി പറഞ്ഞുവിടുന്നത്. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കൃത്യമായി എണ്ണി തന്നെയാണ് അവർക്ക് ഇന്ത്യ തിരിച്ചടി നൽകിയത്. അത് ഒരു സിഗ്നലായിരുന്നു യഥാർത്ഥത്തിൽ. ഈ 25 കേന്ദ്രങ്ങളിൽ 9 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ, പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ മുതൽ പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ വരെ തിരഞ്ഞെടുത്താണ് ഒരു ആക്രമണത്തിന് തിരിച്ചടി നൽകിയെങ്കിൽ അത് വ്യക്തമായ ഒരു സൂചന പാകിസ്ഥാന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് കൂടി നൽകുകയായിരുന്നു. ഞങ്ങളുടെ പോരാട്ടം 2001 ലോകരാജ്യങ്ങൾ ഒന്നിച്ചു തീരുമാനിച്ച ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യ നടത്തുന്നത്. ഏതെങ്കിലും രാജ്യത്തിനെതിരെയുള്ള പോരാട്ടമല്ല. അല്ലെങ്കിൽ പാകിസ്ഥാനായാൽ പോലും സൈന്യത്തിന് നേരെയാണ് നമ്മൾ ആക്രമണം നടത്തിയെങ്കിൽ അവരുടെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തിരിച്ചടിക്കാനുള്ള ഒരു ന്യായം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയും. പക്ഷേ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ സൈന്യത്തിനു നേരെയോ പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയോ അല്ല ഇന്ത്യ പോരാട്ടം നടത്തിയത്. ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാൻ വളർത്തുന്ന പ്രധാനപ്പെട്ട 3 ഭീകര സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന താവളങ്ങൾക്ക് നേരെയാണ്. അസറിന്റെ അടക്കം വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ 10 പേർ മരിച്ചുവെന്ന് അദ്ദേഹത്തിനടക്കം സമ്മതിക്കേണ്ട അവസ്ഥയുണ്ടായി. അവരുടെ 4 അനുയായികളടക്കമാണ് മരിച്ചത്. അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത്, ഇന്ത്യ മിസൈൽ ആക്രമിച്ചത്. അതും പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടന്നല്ല ഇന്ത്യ ആക്രമിച്ചത്. ഇന്ത്യയിൽ നിന്ന് ആണ് ഇന്ത്യ ഈ 300 കിലോമീറ്റർ അകലേക്ക് ലക്ഷ്യസ്ഥാനം കാണാൻ കഴിയുന്ന സ്കാൾപ് മിസൈൽ ഇന്ത്യ തൊടുത്തുവിട്ടത്. അത്തരം കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കുന്ന, കൃത്യമായ ഇന്റലിജൻസോട് കൂടിയ, കൃത്യമായ നയതന്ത്രത്തോടു കൂടിയ ആക്രമണമാണ് ഇന്ത്യ നടത്തുന്നതെങ്കിൽ, മറിച്ച് ഇതിനെ പാകിസ്ഥാൻ ഇപ്പോൾ പ്രതിരോധിക്കുന്നത്
ഈ രാവിലെ മുതൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചതും വൈകിട്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് ഒരു പരിധിവരെ ഇന്ത്യക്ക് ഒരു തിരിച്ചടി ഉണ്ടായെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ 15 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ അത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഒരു രാജ്യവും അങ്ങനെ ചെയ്യില്ല. യുദ്ധം നടക്കുമ്പോൾ പ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ചിലപ്പോൾ ആക്രമണം നടത്തുമ്പോൾ അതിനോട് ചേർന്നുള്ള ആളുകൾക്കൊക്കെ പരിക്കേൽക്കാറുണ്ട്, മരിക്കാറുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ജനവാസ കേന്ദ്രങ്ങൾ, സൈന്യത്തിന്റെ ഏതെങ്കിലും തരത്തിൽ താവളമോ അല്ലെങ്കിൽ സൈന്യത്തിന്റെ സാന്നിധ്യമോ ഒന്നുമുള്ള സ്ഥലത്തേക്കല്ല ഇവർ ആക്രമണം നടത്തിയത്. സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന അതിർത്തിയുടെ ഇന്ത്യ LOCയിൽ നിരവധി ഗ്രാമീണരുണ്ട്, നിരവധി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്, ആയിരക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. അത്തരം സ്ഥലങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. ഇതിനു മുമ്പൊക്കെ ശരിയാണ്. എന്തായാലും പാകിസ്ഥാന്റെ തിരിച്ചടി എന്ന് പറയുന്നത് അത് ഭീരുക്കളുടെ തിരിച്ചടി എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരായ ഇന്ത്യൻ ഗ്രാമീണർക്ക് നേരെയുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്.